മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ പാർട്ടിക്ക് നൽകിയ പരാതിയിൽ ലൈംഗിക ആരോപണം എന്ന വ്യക്തമായ സൂചനയുണ്ടെന്ന് PV അൻവർ. പി ശശിക്കെതിരായ പരാതി പുറത്തുവന്നാൽ വലിയ കോളിളക്കമുണ്ടാകുമെന്നും MLA പറഞ്ഞു. ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പാർട്ടിയോട് സൂചിപ്പിച്ചത്. എനിക്ക് കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ എഴുതി കൊടുക്കുകയും അത് നേർക്കുനേരെ പരാതിയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവർ പിന്നീട് തന്നെ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ലീഡേഴ്സ് ഉണ്ടായിരുന്നു ഈ പരാതി കൊടുത്തതിന് ശേഷം ഞാൻ ഈ വിഷയത്തിൽ പിന്മാറണം, സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരോടും ആ കാര്യങ്ങൾ അവരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അവരോടും ഞാൻ ഈ കാര്യങ്ങൾ എന്താണ് ആ എഴുതിയതിൻ്റെ ബാക്കി പത്രം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനതിൽ കുറേ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ അത് പുറത്തേക്ക് വന്നാൽ ചില്ലറ തകരാറുകളല്ല പാർട്ടിയിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. ഈ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഒരു വിഷയത്തിന് വേണ്ടി മാത്രം അതിൽ വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുന്നു. അഷ്കർ ഇപ്പോൾ തയ്യാറെടുക്കുന്നത് പോലെ PV അൻവർ MLA അരയും തലയും മുറുക്കി തയ്യാറെടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. പാർട്ടിക്ക് കൊടുത്ത പരാതി പുറത്തുവിടാത്തത് അതിലെ ഉള്ളടക്കത്തിന്റെ ഒരു ഗൗരവം കണക്കിലെടുത്താണെന്നല്ലേ ഇപ്പോൾ അൻവർ പറയുന്നത്? സുജ, ഇന്ന് റിപ്പോർട്ടർ എനിക്ക് പ്രത്യേകം അനുവദിച്ച അഭിമുഖത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ PV അൻവർ വെളിപ്പെടുത്തിയത്. കാരണം പാർട്ടിക്ക് P ശശിയുമായി ബന്ധപ്പെട്ട ഒരു പരാതി പാർട്ടിക്ക് കൊടുത്തിരുന്നു എന്നുള്ള കാര്യം നേരത്തെ തന്നെ PV അൻവർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അതിലൊരു അത്തരത്തിൽ P ശശിക്കെതിരെ ഒരു പീഡന പരാതി കൊടുത്തിരുന്നു എന്നായിരുന്നു പിന്നീട് ഉയർന്ന ചോദ്യം. അത്തരത്തിലൊരു പരാതി ലഭിച്ചില്ല എന്ന് പാർട്ടി നേതൃത്വമൊക്കെ തള്ളിപ്പറയുകയും ചെയ്തു. P ശശിക്കെതിരെ അങ്ങനെ ഒരു ലൈംഗിക പീഡന പരാതി ലഭിച്ചിട്ടില്ല എന്നായിരുന്നു പാർട്ടി കേന്ദ്രങ്ങളൊക്കെ തന്നെ പരസ്യമായി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത്. ഇന്ന് അതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ PV അൻവർ ആ കാര്യത്തിലൊരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. PV അൻവർ പറയുന്നത് താൻ പല കാര്യങ്ങൾ ഉൾപ്പെടുത്തി P ശശിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പരാതിയാണ് പാർട്ടിക്ക് നൽകിയിരുന്നത്. ആ പരാതിയിൽ ഇത്തരമൊരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് PV അൻവർ സ്ഥിരീകരിക്കുന്നത്. അഥവാ P ശശിയുമായി ബന്ധപ്പെട്ട ഒരു ലൈംഗിക പരാതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി അതിന് ചില സൂചനകൾ കൂടി ആ പരാതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. മുഴുവൻ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടില്ല, ബാക്കി കാര്യങ്ങൾ വിശദമായി സംസാരിക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിൻ്റെ ചില സൂചനകൾ ആ പരാതിയിൽ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതല്ല, അത് മറ്റു ചില കാര്യങ്ങളാണ്. ഈ കാര്യം വ്യക്തിപരമായ ഒരു കാര്യമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ആ കാര്യം ആ പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ പരാതി പുറത്തേക്ക് വിടണമോ വേണ്ടേ എന്ന കാര്യത്തിൽ ഞാൻ രണ്ട് തട്ടിലാണ് ഞാനത് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴെന്തായാലും അതിലൊരു തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ ആ പരാതി പുറത്തു വരികയാണെങ്കിൽ പാർട്ടിക്ക് പല തകരാറുകളും ഉണ്ടാക്കും, അത് വലിയ ചർച്ചയ്ക്ക് വഴിവെക്കുമെന്ന് തന്നെയാണ് PV അൻവർ വ്യക്തമാക്കുന്നത്. അപ്പോൾ അത്രയും അതിഗൗരവ സ്വഭാവത്തിലുള്ള ഒരു പരാതി തന്നെയാണ് P ശശിക്കെതിരെ PV അൻവർ പാർട്ടിക്ക് നൽകിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്കും വ്യക്തമാകുന്നത്. അതിൻ്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം തന്നെ PV അൻവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ പരാതി ഇനി PV അൻവർ എന്ന് പുറത്തുവിടുമെന്നതാണ് ഏറ്റവും നിർണായക കാര്യം. നേരത്തെ തന്നെ PV അൻവർ പറഞ്ഞിരുന്ന കാര്യമുണ്ടായിരുന്നു, തനിക്കറിയാവുന്ന പല കാര്യങ്ങൾ അത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് AKG സെൻറ്റർ തന്നെ പൂട്ടിപ്പോകേണ്ട അവസ്ഥ, അല്ലെങ്കിൽ പൊളിച്ചു കൊണ്ടുപോകേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുമെന്നായിരുന്നു ഒരു ദിവസം വാർത്താ സമ്മേളനത്തിൽ തന്നെ PV അൻവർ വ്യക്തമാക്കിയത്. ഇന്നും അത്തരത്തിൽ താൻ നൽകിയ പരാതിയിലും ഗൗരവമായ ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് PV അൻവർ ആവർത്തിക്കാൻ പോകുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രി ഉന്നയിച്ച പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്തുകാരനും ഇല്ലെങ്കിൽ ഹവാലക്കാരനുമായ ആളുകളാണ് തനിക്കെതിരെ ഇല്ലെങ്കിൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നിൽ എന്നൊരു ദേശീയ മാധ്യമത്തിന് മുഖ്യമന്ത്രി ഇന്ന് അഭിമുഖം നൽകിയിരുന്നു. അതിന് കൃത്യമായ മറുപടി PV അൻവർ നൽകുന്നുണ്ട്. തന്നെ ആ രീതിയിൽ ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. പക്ഷേ അതിന് താൻ വിലക്കെടുക്കുന്നില്ല, അത്തരം ഭീഷണികൾക്കൊന്നും താൻ വഴങ്ങിക്കൊടുക്കുന്നില്ല എന്നുള്ളതാണ് PV അൻവർ സ്വീകരിക്കുന്ന നിലപാട്. എന്തായാലും വരും ദിവസങ്ങളിലും തുടർച്ചയായ പരിപാടികൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ PV അൻവർ തീരുമാനം. ഇന്ന് കോഴിക്കോട് മുതലക്കുളം മൈതാനിൽ മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിനെ വെളിപ്പെടുത്തലുകളും നടത്തും. നാളെ മഞ്ചേരിയിൽ, നാളെ അരീക്കോടും ഏറനാട്. നേരത്തെ PV അൻവർ പാർട്ടിക്കെതിരെ സ്വതന്ത്രനായി മത്സരിച്ച് പാർട്ടി വോട്ടുകളടക്കം നേടിയ ഒരു മണ്ഡലമാണ് ഏറനാട് മണ്ഡലം. ആ ഏറനാട് മണ്ഡലത്തിൽ അരീക്കോട് നാളെ PV അൻവർ പ്രസംഗിക്കും. അതുപോലെ തന്നെ മറ്റന്നാൾ മഞ്ചേരിയിലും അതിന് പിറ്റേ ദിവസം വേങ്ങരയിലും. അങ്ങനെ തുടർച്ചയായി ജനങ്ങളോട് സംസാരിച്ചുകൊണ്ട് തന്റെ കാര്യങ്ങൾ കൈമാറുക എന്ന് തന്നെയാണ് PV അൻവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം. അങ്ങനെ തുടർച്ചയായ വിശദീകരണങ്ങൾ സമ്മേളനം നടത്തപ്പെടും. ഇനി അതിന് പാർട്ടി എങ്ങനെയാണ് ഇനി പ്രതിരോധിക്കാൻ പോകുക എന്നുള്ളതുകൂടി കാത്തിരുന്ന് കാണണം. ഇപ്പോൾ തന്നെ നിലമ്പൂർ അടക്കമുള്ള വിവിധ ഏരിയ എന്നുള്ളതാണ് അറിയേണ്ടത്. അതേസമയം തന്നെ അഷ്കർ സൂചിപ്പിച്ചതുപോലെ PV അൻവറിനെതിരെ ആരോപണം കടുപ്പിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വർണ്ണക്കടത്ത്, ഹവാല പണം പിടിച്ചതിലുള്ള അസ്വസ്ഥതയിലാണ് ഇപ്പോഴത്തെ ആരോപണങ്ങൾ അൻവർ ഉന്നയിക്കുന്നത് എന്നുള്ള ഗുരുതരമായ മറുപടി അല്ലെങ്കിൽ ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു പ്രത്യാക്രമണത്തിലേക്ക് മുഖ്യമന്ത്രി കടക്കുകയാണ്. പണം ഉപയോഗിക്കുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് എന്നൊക്കെയാണ് മുഖ്യമന്ത്രി ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. അതിന് അൻവർ മറുപടി കൊടുക്കുന്നുണ്ട്. തലയ്ക്ക് വെളിവില്ലാതെയാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ വിളിച്ചു പറയുന്നതെന്നാണ് അൻവറിന്റെ മറുപടി. കാരിയേഴ്സിനെ എന്തുകൊണ്ട് പിടികൂടുന്നില്ല, പിടികൂടിയാൽ എന്തുകൊണ്ട് കസ്റ്റംസിന് കൈമാറുന്നില്ല എന്നുള്ള മറുചോദ്യങ്ങളും അൻവർ ഉന്നയിക്കുന്നുണ്ട്. ആ പ്രതികരണങ്ങൾ കൂടി കാണാം.
എന്താണ് മുഖ്യമന്ത്രി തലക്ക് വെളിവില്ലാതെ ഈ പറയുന്നത്? ഇതിന് തലക്ക് വെളിവില്ലാന്നല്ലേ ഇതിന് പറയാം? എന്തുകൊണ്ട് പോലീസ് ഇത് അന്വേഷിക്കുന്നു? പോലീസിന് അത് പിടിച്ച് കസ്റ്റംസ് കൊടുത്താൽ പോരെ എന്നുള്ള ചോദ്യത്തിന് എന്താ ഉത്തരം? ഈ കൊടുത്തു വിട്ടതാരാ? പോലീസിന് അന്വേഷിക്കാൻ കഴിയുമോ? ദുബായിലും വിദേശ രാജ്യങ്ങളിലും പോലീസിന് പോകാൻ കഴിയുമോ? കസ്റ്റംസിന് അതിൽ ആക്ടിൻ്റെ അതിന് സൗകര്യമുണ്ട്, ഇൻ്റർനാഷണൽ ലോ ഉണ്ട്. ഈ കൊടുത്തു വിട്ടവനെ പിടിക്കണ്ടേ? ഇത് ആർക്കാണ് കൊണ്ടു കൊടുക്കുന്നത്? അത് പോലീസിന് പിടിക്കാൻ കഴിയും. പക്ഷേ പിടിക്കുന്നവനെ കൊണ്ടു കൊടുക്കാതെ ഐസൻ്റെ ഇവൻ്റെ ഏജൻറ്റിനെ ഒരാളെങ്കിലും പോലീസ് അന്വേഷിച്ചോ? അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഈ ആരോപണം ഉന്നയിക്കുന്നവരുടെ കൈയുണ്ടോ എന്ന് അദ്ദേഹം പറയുന്നു. പത്രക്കാർ ചോദിക്കുന്നു, അൻവറാണോ അതിൻ്റെ പിന്നിൽ? അതെനക്കറിയില്ല, അത് നിങ്ങൾ അന്വേഷിക്കുക. ഒരു ചിരി. പിന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? മുഖ്യമന്ത്രി എന്നെ കള്ളനാക്കിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 2 പാസഞ്ചേഴ്സ്, ഒന്ന് ആ പാസഞ്ചറെ റിസീവ് ചെയ്യാൻ പോകുന്നത് സ്വന്തം അച്ഛനും അമ്മയാണ്. അവരെ കൂടെ ഇരുത്തി അവരെ പറയുന്നത് നിങ്ങൾ കേട്ടു. അത് കഴിഞ്ഞിട്ട് വേറൊരു പാസഞ്ചർ, ഭാര്യയും മകനും കൊച്ചുകുട്ടിയും വന്നു. അവരുടെ കൂടെ ഉണ്ടായിരുന്നത് അവരുടെ വൈഫിൻ്റെ ജ്യേഷ്ഠത്തിയും ഒരു അമ്മാവൻ്റെ പുത്രനുമാണ്. അപ്പോൾ പബ്ലിക്കായിട്ട് അവരിത് പറഞ്ഞു. ഈ നിമിഷം വരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ പറയുന്നതിൽ എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടെങ്കിൽ ഈ 2 ആളുകളെ മുഖം വ്യക്തമാക്കിയ കൃത്യമായ അഡ്രസ്സ് ഞാൻ പറഞ്ഞ ഈ 2 ആളുകളെങ്കിലും ഒന്ന് അന്വേഷിച്ചോ. ഇനിയിപ്പോൾ അവർക്ക് പല ഭീഷണി ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ രീതിയിൽ സാമ്പത്തികമായി അവരെ സ്വാധീനിച്ച് ഇത് അൻവർ പറയിപ്പിച്ച എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം. പക്ഷേ തെളിവ് കോടതിയിൽ കിടക്കുന്നുണ്ടല്ലോ.